തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന മേരിമാത കൺസ്ട്രക്ഷന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ഉടമകൾ അറിയിച്ചു. മാത്യു കോഴിനാടന് 1 കോടി രൂപ കമ്പനിയിൽ നിന്ന് ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ വരുന്ന വാർത്തയും അടിസ്ഥാനരഹിതമെന്ന് അവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെടുത്തി മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് വാർത്തകളിൽ തെറ്റായി പരാമർശിക്കുന്നതായി കമ്പനി ഉടമകൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേയുമായി കരിമണൽ ഖനനം സംബന്ധിച്ച് കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇത് സംബന്ധിച്ച് കമ്പനിയിൽ നിന്നും 1 കോടി രൂപ പണം ആവശ്യപ്പെട്ടു എന്നത് തെറ്റായ വാർത്തയാണെന്നും മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനി അറിയിച്ചു. മാത്യു കുഴൽനാടൻ MLA മേരിമാത കമ്പനിയിൽ നിന്നും 1 കോടി രൂപ ഇലക്ഷൻ ഫണ്ടിലേക്കായി ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ മൂവാറ്റുപുഴയിലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരണമാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കമ്പനി നേരിട്ട് ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതേസമയം മാത്യു കുഴൽനാടനും ആരോപണം നിഷേധിച്ചു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മേരിമാത കൺസ്ട്രക്ഷൻ എന്നല്ല ഞാൻ ഒരാളോടും ഒരു വ്യക്തിയോടും എൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലാതെയോ 1 രൂപയുടെ ഫണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. 1 രൂപയുടെ ഫണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളോ അടുപ്പക്കാരോ എന്നോട് സ്നേഹമുള്ളവരോ വന്ന് തന്നിട്ടുള്ള ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. വന്ന് ഒരുപക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈറ്റിൻ്റെ ഇതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നതുകൊണ്ട് പ്രൊആക്റ്റീവായി ഇങ്ങോട്ട് വന്ന് തന്ന പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മേരിമാത എന്നല്ല, മൂവാറ്റുപുഴയിൽ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, വിദേശത്തു നിന്നല്ല ഒരാളോട് 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല. അത് 2 തെരഞ്ഞെടുപ്പ് മത്സരിച്ചു എൻ്റെ നിലപാടാണ്. എന്നിട്ട് വെറുതെ CPM ഇങ്ങനെ ഇല്ലാത്ത കഥ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കും. മേരിമാത നിങ്ങൾക്ക് അറിയാവുന്ന ആളിലൊക്കെ ആണല്ലോ, അവർ പറയട്ടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. എനിക്ക് കോൺഫിഡൻ്റായി പറയാൻ പറ്റും. ഞാൻ ഒരാളെയും വിളിച്ച് 1 രൂപ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.